നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കയ്യൂരിലും കരുവള്ളൂരിലും തെല്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിലും ഉഞ്ചികത്തും തെലങ്കാനയിലും തേബാകയിലും ശൂരനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോരകെടുത്തുണ്ടാക്കിയ പാർട്ടിയാണ്. അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്കുള്ളത്. ആ ചെങ്കൊടി തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരം വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. ആ നിലപാട് CPIക്കുമുണ്ട്, ആ നിലപാട് CPMനും ഉണ്ടാകാം. CPMനെതിരായ വിമർശനം ആവർത്തിച്ച് CPI. ചെങ്കൊടിത്തണലിൽ അധികാര സംസ്കാരം പാടില്ലെന്ന് ബിനോയ് വിശ്വം. തിരുത്താനുള്ളത് തിരുത്തും. മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ച് മാത്രമല്ല ചർച്ച നടക്കേണ്ടതെന്നും ബിനോയ് വിശ്വം. കിണ്ടിയും കോളാപ്പിയും അതെല്ലാ കാലത്തും ഉണ്ട്. നമ്മളിപ്പോൾ വലിയ വലിയ കാര്യങ്ങളല്ലേ സംസാരിച്ചേ, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ കിണ്ടിയും കോളാമ്പിയുടെയും കാര്യം സംസാരിക്കുക. അതൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടെ ആവർത്തിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ ജയിക്കാതിരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുമായി സൗഹൃദം കൂടുകയും അതിന്റെ പ്രതിഫലം പറ്റുകയും ചെയ്ത ആളുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരൊക്കെ മാന്യന്മാരാണ്. അവർക്കും അറിയാം, എനിക്കും അറിയാം ആരാണ്. CPMന്റെ അച്ചാരം പറ്റി കാസർഗോഡ് തന്നെ പരാജയപ്പെടുത്താൻ ശ്രമം നടന്നെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കും അവകാശപ്പെടാനാകില്ല. കേരളത്തിലെ എക്കാലത്തെയും മികച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുരളീധരന് അർഹമായ പരിഗണന കോൺഗ്രസ് നൽകിയിട്ടുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18നോട്. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിൽ KK രമയുടെ മൊഴിയെടുത്ത ASIക്ക് സ്ഥലം മാറ്റം. കൊടുവാളൂർ സ്റ്റേഷനിലെ SIS വയനാട്ടിലേക്ക് മാറ്റി. P ജയരാജനെതിരായ മനു തോമസിന്റെ ആരോപണങ്ങളിൽ മറുപടി പറയാനാകാതെ CPM. ഈ 10ാം ക്ലാസ് ജയിച്ച് നല്ലൊരു ശതമാനത്തിൽ വായിക്കാൻ എഴുതാറിയില്ല. അടുത്ത കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയ നിലപാടൊക്കെ എടുക്കാൻ പോവാണ്. ഒരാളും തോക്കാൻ പാടില്ലെന്നാണ് നിയമം. ആരെങ്കിലും തോറ്റുപോയാൽ ഗവൺമെന്റ് പരാജയമാണെന്നാണ് നമ്മുടെ ആളുടെ വിശ്വാസം. പരീക്ഷാ രീതിയെ വിമർശിച്ച് മന്ത്രി സജി ചെറിയാൻ. 10ാം ക്ലാസ് ജയിച്ച മിക്കവർക്കും എഴുതാനും വായിക്കാനും അറിയില്ല. ആരെങ്കിലും തോറ്റാൽ കുറ്റം സർക്കാരിനാകും. എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതിലാണ് കാര്യമെന്നും മന്ത്രി. താരസംഘടന അമ്മയുടെ ജനറൽ ബോഡി കൊച്ചിയിൽ. ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കും. ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് മത്സരം. മൻ കി ബാത്തിൽ കേരളത്തെ പരാമർശിച്ച് പ്രധാനമന്ത്രി. അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകളുടെ കുടനിർമ്മാണം നാരീശക്തിയുടെ തെളിവ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ മൻ കി ബാത്തിൽ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞും നരേന്ദ്രമോദി. T20 ലോകകപ്പ് ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദന പ്രവാഹം. രാജ്യത്തുടനീളം ആഘോഷം. ടീമിനെ ഓർത്ത് അഭിമാനമെന്ന് പ്രധാനമന്ത്രി. ലോകവേദിയിൽ ഇന്ത്യ അടയാളപ്പെടുത്തുന്നത് ഇത് 4ാം തവണ. വിശദമായ വാർത്തയിലേക്ക്. CPMന്റെ അച്ചാരം പറ്റി തന്നെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനുള്ള ചിലർ തന്നെ കാസർഗോഡ് തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. കൊലച്ചോറുണ്ടവരോട് സൗഹൃദം പോലും പാടില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. ശ്രീ ബാലകൃഷ്ണൻ പെരിയും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും തർക്കങ്ങളാണോ അതോ രാഷ്ട്രീയമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണോ? ഇവിടെ രക്തസാക്ഷികളോടൊപ്പമാണെന്ന് പറയുകയും കൊലയാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ ഗവൺമെന്റുമാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഞങ്ങളുടെ പാർട്ടി കൊലയാളികളുമായി സൗഹൃദം സ്ഥാപിക്കുന്നവരെ പോലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പറയുന്ന സമീപനമാണ് എൻ്റെ പാർട്ടി. മനസ്സിലായോ? കല്യോട്ട രക്തസാക്ഷികൾ, ആ രക്തസാക്ഷികൾ KPCCക്ക് കൊടുത്ത പരാതി, ആ പരാതിയെക്കുറിച്ച് KPCC അന്വേഷണ കമ്മീഷൻ വെച്ചു. അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതിന്റെ അനന്തര ഫലമായി
KPCC നടപടി സ്വീകരിച്ചു. എന്താ നടപടി? രക്തസാക്ഷികളുടെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങളുടെ പാർട്ടി. കോൺഗ്രസ് പാർട്ടി രക്തസാക്ഷികളോടൊപ്പമാണ്, അവരുടെ കുടുംബത്തോടൊപ്പമാണ്. കൊലയാളികളുമായി സൗഹൃദം പങ്കുവയ്ക്കുന്ന ആരായാലും, അവർ എത്ര ഉന്നതരായാലും, അവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്നുള്ളൊരു മെസ്സേജാണ് കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്നത്. ആ മെസ്സേജിനോടൊപ്പമാണ് കേരളത്തിലെ കോൺഗ്രസ്, കാസർകോട്ടെ കോൺഗ്രസ്. ഞങ്ങൾ കേരളത്തിലെ KPCC അഭിനന്ദിക്കുന്നു. കാരണം ഒരു ഭാഗത്ത് കൊലയാളികളെ രക്ഷപ്പെടുത്താനുള്ള അവസാനത്തെ ശ്രമം നടത്തുമ്പോൾ ഇവിടെ കൊലയാളികളുമായി സൗഹൃദം പങ്കുവെക്കുന്നവനെ പോലും വെച്ചു പൊറുപ്പിക്കില്ല എന്നൊരു സമീപനം ഇപ്പുറത്ത്. ഈ സമീപനം അതാണ് മുഖ്യം. ആ സമീപനത്തിൽ KPCC ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതിനപ്പുറത്തോട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാൻ ഞാനില്ല. സതീശൻ സുധാകരൻ ചേരിപ്പോരിലും അദ്ദേഹം പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷനും രണ്ടു വഴിക്ക് പോകാനാകില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പിലുണ്ടായത് കൂട്ടായ നേതൃത്വത്തിന്റെ വിജയമാണ്. ക്രെഡിറ്റ് തനിയെ ആർക്കും അവകാശപ്പെടാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ സംസ്ഥാനത്ത് രണ്ട് ശാക്തിക ചേരികൾ, VD സതീശൻ, K സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിൽ ആർക്കൊപ്പം? നിങ്ങൾ ഈ പറയുന്ന അടിസ്ഥാനരഹിതമായ ഒരു ഉട്ടോപ്യൻ ക്വസ്റ്റ്യനാണ്, സാങ്കല്പികമായ ഒരു ചോദ്യമാണ്. കേരളത്തിൽ K സുധാകരനും VD സതീശനും രണ്ടായി പോകാനാവില്ല, ഒരിക്കലും സമ്മതിക്കത്തില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉള്ളിടത്തോളം കാലം രണ്ട് വഴിക്ക് ഇവർ പോകാൻ അനുവദിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. രണ്ടുപേരും ഒരേ വഴിക്കേ പോകാൻ പറ്റൂ, ഒരേ വഴിക്കേ സഞ്ചരിക്കൂ. കാരണം ഇത് അവരെ രണ്ടുപേരെയും ബാധിക്കുന്ന പ്രശ്നമല്ല. കേരളത്തിൽ കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസിനെ വിശ്വസിക്കുന്നവർ, UDF പ്രവർത്തകർ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും അതിന് അറുതി വരുത്താൻ ഇന്ന് പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന രണ്ടുപേരാണ് K സുധാകരനും VD സതീശനും. അവർക്ക് രണ്ടുപേർക്കും രണ്ട് രീതിയിൽ രണ്ട് ദിശയിലേക്ക് സഞ്ചരിക്കാനാവില്ല, പാർട്ടി അനുവദിക്കില്ല. രണ്ടുപേരും ഒരേ ദിശയിൽ സഞ്ചരിച്ചേ മതിയാവൂ. പിന്നെ അടുത്ത മുഖ്യമന്ത്രി ആരാവുന്ന ഭൂരിപക്ഷം കിട്ടിയിട്ട് പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയേയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവരുടെ രണ്ടുപേരുടെയും ദൗത്യം കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നിർത്തുക. സതീശന്റെ ദൗത്യം കേരളത്തിലെ UDFനെ കൂടുതൽ ശക്തിപ്പെടുത്തുക, കൂടുതൽ ജനങ്ങളെ UDFിലേക്ക് ആകർഷിക്കുക. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഒരാൾ, UDFനെ ശക്തിപ്പെടുത്താൻ ഒരാൾ. ഇവർ രണ്ടും കൂടെ ചേരുമ്പോഴേ മുന്നണിയാകുന്നുള്ളൂ. കോൺഗ്രസ് ശക്തമാണെങ്കിലല്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ശക്തിപ്പെടൂ. കോൺഗ്രസ് ശക്തിപ്പെട്ടല്ല ഈ മുന്നണിയിൽ നിൽക്കുന്ന മറ്റു ഘടകകക്ഷികൾ കോൺഗ്രസിനെ ബഹുമാനിക്കൂ. അതുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ ഇവർ രണ്ടുപേരും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒന്നാകണം. രണ്ടായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഹൈക്കമാൻഡ് അനുവദിക്കത്തില്ല. അതൊക്കെ വളരെ ക്ലിയറായ മെസ്സേജ് രണ്ടുപേർക്കുണ്ട്, മനസ്സിലായോ? പിന്നെ പാർട്ടി പ്രസിഡന്റ് നിലയിൽ സുധാകരൻ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് നിലയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ ആർക്കും ഒരു പരാതിയില്ല. അപ്പം രണ്ടുപേരും ഒന്നിനൊന്ന് മികച്ചവരാണ്. പിന്നെന്തിനാ രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് പോകുന്നത്? ഒരേ ദിശയിൽ. രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയും രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിച്ചു. ചെന്നിത്തല മികച്ച പ്രതിപക്ഷ നേതാവാണ്, കേരളം കണ്ട എക്കാലത്തെയും മികച്ച പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തലയെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. UDF യോഗത്തിൽ ചെന്നിത്തലയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകേണ്ടിയിരുന്നു. നേതൃമാറ്റം അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാകണം. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകണമെന്നത് ഇപ്പോൾ തീരുമാനിക്കേണ്ടതില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കളക്റ്റീവ് ലീഡർഷിപ്പിന്റെ വിജയമാണ് കോൺഗ്രസിനുണ്ടായത് എന്ന് പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അടിയന്തരമായി 2 UDF യോഗങ്ങൾ ചേർന്നു. പക്ഷേ ആ 2 UDF യോഗങ്ങളിൽ ഒന്നിലേക്ക് ക്ഷണമുണ്ടായില്ല എന്നും രണ്ടാമത് തനിക്ക് അവസരം നിഷേധിച്ചു സംസാരിക്കാനെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. രമേശ് ചെന്നിത്തലയെ സംസ്ഥാന നേതൃത്വം ഏതെങ്കിലും തരത്തിൽ അവഗണിക്കുന്നതായി രാജ്മോഹൻ ഉണ്ണിത്താൻ തോന്നുന്നു. കേരളത്തിൽ ഒരു നേതൃമാറ്റം ഉണ്ടായല്ലോ. നമുക്കറിയാമല്ലോ, ഒരു കാലത്ത് ആന്റണിയും കരുണാകരനും ആയിരുന്നു, പിന്നെ അത് ഉമ്മൻചാണ്ടിയും പിന്നെ രമേശ് ചെന്നിത്തലയായി മാറി. ഇപ്പോൾ അത് സുധാകരനും VD സതീശനുമായി മാറി. ഈ നേതൃമാറ്റം എല്ലാവരും ഉൾക്കൊണ്ടില്ലേ? ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തെ മാറ്റി പിന്നെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹം 2ാം നിരയിൽ ഇരുന്നില്ലേ? അദ്ദേഹം അന്നത്തെ പ്രതിപക്ഷ നേതാവായി സഹകരിച്ചില്ലേ? അപ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ സഹകരിപ്പിച്ചില്ലേ? അപ്പോൾ സ്വാഭാവികമായി നേതൃമാറ്റം എന്ന യാഥാർത്ഥ്യം എല്ലാവരും ഉൾക്കൊള്ളണം. അതോടൊപ്പം നേതൃത്വത്തിൽ വന്ന ആളുകൾ തങ്ങളെക്കാൾ സീനിയറായ ആളുകളെ അംഗീകരിക്കുകയും അവരെ സഹകരിപ്പിക്കുകയും വേണം. ഇതെല്ലാം പരസ്പര പൂരകമാണ്. അല്ലാതെ
അധികാരം കയ്യിൽ കിട്ടിയത് കൊണ്ട് എല്ലാം ആയി എന്നുള്ള തോന്നൽ ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞത് നേതൃമാറ്റമുണ്ടായി. അത് ശ്രീ കെ കരുണാകരന്റെ ആന്റണിയുടെയും കാലം മാറി, ഉമ്മൻചാണ്ടിയുടെയും ശ്രീ രമേശിന്റെയും കാലം വന്നു, ഇപ്പോൾ ശ്രീ സുധാകരന്റെയും വി ഡി സതീശന്റെയും കാലമാണ്. അപ്പം നേതൃത്വം അഖിലേന്ത്യാ തലത്തിൽ മാറ്റുമ്പോൾ ആ മാറ്റം ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറായാൽ മുമ്പോട്ട് പോകാം. പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാനും പരിഹരിക്കാനും പ്രതിപക്ഷ നേതാവ് നേരിട്ട് പോയി കണ്ടു, സംസാരിച്ചു. ഇപ്പം ഞാൻ പത്രത്തിലൂടെ ഒക്കെ വായിച്ചാണ് മഞ്ഞുരുകി. കാരണം എന്തെങ്കിലും അങ്ങനെ രമേശ് ചെന്നിത്തലയുടെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ ആ അസ്വസ്ഥത തുടർന്നു കൊണ്ടുപോകാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് നേരിട്ട് അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ച്, അദ്ദേഹത്തെ പോലൊരു നേതാവ് കൂടി ഈ പാർട്ടിയിൽ അനിർവാര്യമായൊരു ഘടകമാണെന്ന് ഉത്തമ ബോധ്യം കൊണ്ട് ഉണ്ടേ. ഞാൻ ഈ എം പിമാരുടെ യോഗത്തിൽ ഞാൻ പങ്കെടുത്ത ആളാണ്. ഈ പ്രതിപക്ഷ നേതാവ് വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഡിന്നർ ഒഴിച്ചു ബാക്കി എല്ലാത്തിനും ഞാൻ പങ്കെടുത്തു. അതിനകത്ത് ആദ്യം ഹസൻ സ്വാഗതം പറഞ്ഞു, അത് കഴിഞ്ഞ് ഇൻട്രോഡക്ടറി റിമാർക്സ് പ്രതിപക്ഷ നേതാവ് നടത്തി, അത് കഴിഞ്ഞ് പിന്നെ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു, അതിനു മുമ്പ് കുഞ്ഞാലിക്കുട്ടി. എല്ലാ ഘടകകക്ഷികളെയും വരുമ്പോൾ കോൺഗ്രസിനൊരു ഊഴമുണ്ടല്ലോ, അപ്പോഴത്തേക്ക് സമയം ഒരുപാട് പോവും, ആളുകൾക്കെല്ലാം മടങ്ങി പോകണം, എം പിമാർക്കെല്ലാം മടങ്ങി പോകണം. ഒരുപക്ഷെ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിലും തിരക്ക് കൊണ്ടായിരിക്കാം ശ്രീ രമേശ് ചെന്നിത്തല ഒഴിവാക്കി. എന്നാൽ പോലും തിരക്കിന്റെ പേരിലായാലും അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ട ഒരാളല്ല രമേശ് ചെന്നിത്തല. അത് പ്രതിപക്ഷ നേതാവിന് ബോധ്യം വന്നതുകൊണ്ടാണല്ലോ രമേശിന്റെ മനസ്സ് വേദനിച്ചു എന്ന് പത്രമാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹം നേരിട്ട് പോയി കാണാനും മഞ്ഞുരുക്കാനും തയ്യാറായത്. ഒരു നല്ല സൂചനയല്ലേ? കെ മുരളീധരന് അർഹിക്കുന്ന പ്രാധാന്യം കോൺഗ്രസ് പാർട്ടി നൽകിയിട്ടുണ്ട് എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. പത്മജ വേണുഗോപാലിന്റെ ആക്ഷേപങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല. അനുയായികളുള്ള നേതാക്കന്മാർക്ക് വേണ്ടി ചുവരെഴുത്തുകൾ വരുന്നത് സ്വാഭാവികം മാത്രമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അല്ല, താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഇപ്പോൾ ഈ സ്വാഭാവികമായി ഈ ലീഡറുടെ കാര്യം, ലീഡറുടെ ഏറ്റവും വിശ്വസ്തനായി അറിയപ്പെട്ടിരുന്നയാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതേ ലീഡറുടെ മകന് തൃശ്ശൂരിൽ ഉണ്ടായ പരാജയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തൃശ്ശൂർ ശ്രീ മുരളീധരൻ വടകരയിലെ MP ആയിരുന്നു. വടകരയിൽ അദ്ദേഹം നന്നായി ശോഭിച്ച MP ആയിരുന്നു. പക്ഷെ വടകരയിൽ നിന്ന് അദ്ദേഹം മാറേണ്ട സാഹചര്യം എന്തുകൊണ്ടാണ് വന്നു ചേർന്നതെന്ന് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായി അദ്ദേഹം മാറിക്കഴിഞ്ഞ് തൃശ്ശൂർ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അനുയായികളുള്ള നേതാക്കന്മാർക്ക് ഇത്തരം പോസ്റ്ററുകൾ ഉയർന്നു വരും. പണ്ട് MA ജോൺ നമ്മെ നയിക്കുമെന്ന് പറഞ്ഞ് കേരളം മൊത്തം പോസ്റ്റർ ഉയർന്നില്ലേ? അപ്പോൾ MA ജോണിന് കേരളത്തിൽ മൊത്തം ശിഷ്യന്മാരുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ MA ജോൺ നമ്മെ നയിക്കും എന്ന പോസ്റ്ററുകൾ കേരളം മൊത്തം ഉണ്ടായിരുന്നല്ലോ എത്രയോ കാലം. മുരളീധരന് കേരളത്തിൽ മുഴുവൻ അനുയായികളുണ്ട്. കാരണം അദ്ദേഹം KPC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അദ്ദേഹം കരുണാകരന്റെ മകനാണ്. കരുണാകരനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകൾ മുരളീധരനോട് താല്പര്യമുള്ളവർ കാണും. മാത്രമല്ല അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ അദ്ദേഹം വഹിക്കാത്ത സ്ഥാനം ഏതാണ്? സംസ്ഥാന മന്ത്രിയായി. ഇനി കേന്ദ്രമന്ത്രി ഇത്തവണ അധികാരം കിട്ടിയിരുന്നെങ്കിൽ അതുമാകുമായിരുന്നു. ഞാൻ പറഞ്ഞത് മുരളീധരന്റെ വളർച്ചയെ ആരും തടഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ ആരും തടഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ തകർക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആദ്യമായിട്ടല്ലോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത്. ഇതിനു മുമ്പും പാർലമെന്റിൽ മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ, വയനാട്ടിൽ ഇല്ലേ? അപ്പോൾ പരാജയം സംഭവിക്കുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എപ്പോഴും പറയും, സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്, ഫെയില്യൂർ ഈസ് എൻ ഓർഫൻ. വിജയമുണ്ടായാൽ അതിനൊരുപാട് ശില്പികൾ വരും, പരാജയപ്പെട്ട ഒരാൾ കാണത്തില്ല. അതാണല്ലോ ഒരു ഗാനമുണ്ടല്ലോ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിൻ നിഴൽ മാത്രം വരും. അതെല്ലാവർക്കും ബാധകമാണ്, എനിക്കടക്കം. ഡാൻ കുര്യന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഡാൻ ചേരുന്നു നമുക്കൊപ്പം. ഡാൻ, വിവിധ വിഷയങ്ങളിൽ ഡാൻ ചോദ്യം ചോദിച്ചിരുന്നു. ഈ CPM-ന്റെ അച്ചാരം പറ്റി തന്നെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിൽ ശ്രമിച്ചവരുണ്ട് എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് വലിയ പരിക്കുകളൊന്നും ഇല്ലാത്ത ഉത്തരങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. രണ്ടുപേർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഉത്തരങ്ങളായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ബാലകൃഷ്ണൻ പെരിയയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിൽ ചർച്ചയാകുകയും ഒടുവിൽ നടപടിയിലേക്ക് വരെ നീങ്ങുകയും ചെയ്യേണ്ട സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറെ ദിവസങ്ങളായി മനസ്സ് തുറക്കാതിരിക്കുകയായിരുന്നു. പക്ഷേ അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹം കൃത്യമായി രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കാസർഗോഡ് തന്നെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി രഹസ്യ നീക്കം നടന്നു. CPM-ന്റെ കയ്യിൽ നിന്ന് അച്ചാരം കൈപ്പറ്റിക്കൊണ്ട് തന്നെ പരാജയപ്പെടുത്താനുള്ള നീക്കമുണ്ടായി. 40,000-ത്തിലധികം വോട്ടുകൾക്ക് താൻ പരാജയപ്പെടുമെന്ന് പ്രചാരണം നടത്തിയ
കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾക്കുള്ള വിധിയെഴുത്താണ് ഈ ജനഹിതത്തിലൂടെ ഉണ്ടായത്. 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് നേരത്തെ മുതൽ തന്നെ താൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ കോൺഗ്രസിലെ നേതാക്കന്മാർ പോലും തയ്യാറാകാതിരുന്ന സാഹചര്യമുണ്ട് എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെച്ചു. അതോടൊപ്പമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശാക്തിക ചേരികളായി തിരിഞ്ഞ് കടുത്ത തരത്തിലുള്ള ശീതയുദ്ധത്തിന് സമാനമായ പോരാട്ടം തുടരുന്ന വി.ഡി. സതീശനും കെ. സുധാകരനും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുക കൂടി ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായി ഹൈക്കമാൻഡിൻ്റെ കൃത്യമായ ഇടപെടൽ നേതൃത്വത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി രണ്ടു പേർക്കും രണ്ട് വഴി എന്ന ശൈലിയിൽ മുമ്പോട്ട് പോകാനാവില്ല. ഒരു ശരീരവും ഒരു മനസ്സുമായിട്ട് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും മുമ്പോട്ട് പോകാൻ തയ്യാറാകണം. ഇത് സംബന്ധിച്ച കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് തന്നെ ഇരു നേതാക്കന്മാർക്കും നൽകിയിട്ടുണ്ട്. അങ്ങനെ മുമ്പോട്ട് പോയാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു നേട്ടമുണ്ടാക്കാൻ UDF-ന് കഴിയുകയുള്ളൂവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പമാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസിൻ്റെ എക്കാലത്തെ മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിന് അർഹമായ പ്രാതിനിധ്യം UDF യോഗത്തിൽ നൽകേണ്ടതായിരുന്നു എന്ന തരത്തിലുള്ള പരാമർശവും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കണം കോൺഗ്രസിനെ നയിക്കേണ്ടത്, ആരാകണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തുടങ്ങിയ കാര്യങ്ങളിൽ ഹൈക്കമാൻഡിൻ്റേതാകും അന്തിമമായ നിലപാട്. നേരത്തെയും ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ആരാണ് വലിയവൻ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കൂട്ടായ നേതൃത്വത്തിനുണ്ടായ വിജയമാണ് സംസ്ഥാനത്ത് ഉണ്ടായതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനുള്ളത് എന്ന രീതിയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണങ്ങളേറെയും ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണോ KPCC അധ്യക്ഷൻ കെ. സുധാകരൻ, ഇവരിൽ ആര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുന്നതായിരിക്കും അധികാരത്തിൽ തിരികെ എത്താൻ കോൺഗ്രസിന് UDF-ന് സഹായകരമാകും? അത് അണ്ടിയാണോ മാങ്ങയാണോ മൂത്തതെന്നുള്ള ചോദ്യം പോലെ ആയിപ്പോയി. കാരണം KPCC പ്രസിഡന്റാണ് കെ. സുധാകരൻ, പ്രതിപക്ഷ നേതാവാണ് ശ്രീ വി.ഡി. സതീശൻ, അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ വേറെയുണ്ട്, രമേശ് ചെന്നിത്തല അടക്കം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ആ കളക്റ്റീവ് ലീഡർഷിപ്പ് ഇപ്പം വൻപിച്ചൊരു ഭൂരിപക്ഷം നേടിയെടുത്തിരിക്കുകയാണ്. മനസ്സിലായില്ലോ? ഇപ്പൊ സുധാകരൻ തന്നെ പരാജയപ്പെടുമെന്ന് എല്ലാവരും പറഞ്ഞില്ലേ? പക്ഷേ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും പാർട്ടി സെക്രട്ടറിയുടെ മണ്ഡലത്തിലും വൻപിച്ച മുന്നേറ്റം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലേ? രാജ്മോഹൻ ഉണ്ണിത്താനുമായി ഡാൻ കുര്യൻ നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 8 മണിക്ക് കാണാം. പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പനെതിരെ പോസ്റ്ററുകൾ. തങ്കപ്പൻ രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് DCC ഓഫീസിന്റെ മതിലിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പോസ്റ്റർ പതിച്ചത്. ആലത്തൂരിലെ തോൽവിക്ക് കാരണം തങ്കപ്പന്റെ കെടുകാര്യസ്ഥതയാണെന്നാണ് ആരോപണം. CPM-നെതിരായ വിമർശനങ്ങളിൽ ഉറച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്റെ പരാമർശങ്ങൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും തിരുത്താനുള്ളത് തിരുത്തുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കണ്ണൂരിൽ നിന്നുള്ള സ്വർണം പൊട്ടിക്കലിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ ചെങ്കൊടിക്ക് അപമാനമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പ്രതികരിച്ചത്. എന്നാൽ വിമർശനം വ്യക്തിപരമല്ലെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം CPI LDF വിടണമെന്ന UDF കൺവീനർ MM ഹസന്റെ പ്രസ്താവന ബിനോയ് വിശ്വം തള്ളി. സ്വർണം പൊട്ടിക്കലിന്റെ കഥകൾ, അധോലോക കഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കൊടിയുടെ മാർഗമല്ല. ചെങ്കൊടി അതിന്റെ പാർട്ടിയല്ല. കയ്യൂരിലും കരുവള്ളൂരിലും തെല്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിലും ഒഞ്ചിയത്തും തെലങ്കാനയിലും തേബാകയിലും ശൂരനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോരകെടുത്തുണ്ടാക്കിയ പാർട്ടികളത്. അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്കുള്ളത്. ആ ചെങ്കൊടി തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരം വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. ആ നിലപാട് CPIക്കുമുണ്ട്, ആ നിലപാട് CPM-നും ഉണ്ടാകാം. ചെങ്കൊടി ഇസ് ചെങ്കൊടി. ആ ചെങ്കൊടിക്ക് മഹത്തായ ആശയമുണ്ട്, മഹത്തായ മൂല്യമുണ്ട്, മഹത്തായ ലക്ഷ്യബോധമുണ്ട്. ആ ചെങ്കൊടിയെ അങ്ങനെ വെട്ടിമുറിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ജനങ്ങൾ അവരുടെ വിധിയെഴുത്ത് നടത്തി കഴിഞ്ഞു. അത് പ്രകാരം ഞങ്ങളെ പിന്നാക്കി പോകുന്ന ഒരു വലിയ ഭാഗം ജനങ്ങൾക്ക് ഞങ്ങൾക്ക് വിമർശനമുണ്ട്. ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ തിരുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ഇതാണ് CPIയുടെ ബോധ്യം. പഠിച്ചിട്ട് ആവശ്യമായ തിരുത്തൽ നിർത്തണം. അത് തിരുത്തിക്കൊണ്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകും. LDF ആണ് ജനങ്ങളുടെ പക്ഷം. LDF-ന്റെ ജനങ്ങൾക്ക് പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റുവാൻ വേണ്ടി ഇടതുപക്ഷം വരുത്തിയിടുന്ന തിരുത്തൽ തീർച്ചയായിട്ടും വരുത്തും. വിനോദ് ചേരുകയാണ്. വിനോദ, പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇന്നും ബിനോയ് വിശ്വം സംസാരിച്ചത്. തന്റെ പരാമർശങ്ങൾ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവരുടെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് വിശദമാക്കിയിരുന്നത്?
അശ്വതി, CPM-നെ ജീർണത ബാധിച്ചു. ആ തരത്തിൽ തന്നെയായിരുന്നു, അങ്ങനെ ഒരു ധ്വനി തന്നെയാണ് ബിനോയ് വിശ്വത്തിന്റെ കഴിഞ്ഞ ദിവസത്തെയും ഇന്നത്തെയും പരാമർശങ്ങളിലുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ, അധോലോക സംഘങ്ങൾ, അതൊക്കെയും ചെങ്കൊടി തണലിലല്ല വളരേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഇടമാക്കി ചെങ്കൊടിയുടെ തണൽ മാറ്റരുത് എന്ന കാര്യം ബിനോയ് വിശ്വം ആവർത്തിച്ച് പറയുമ്പോൾ അത് ഇപ്പോൾ CPM-നുള്ളിൽ നടക്കുന്ന തർക്കങ്ങൾ, പ്രത്യേകിച്ച് P. ജയരാജന്റെ മകനുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങൾ, തിരഞ്ഞെടുപ്പ് തോൽവി, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കൃത്യമായി പരിശോധിക്കണം. അതിൽ CPI-യുടെ നിലപാട് അസന്നിഗ്ധമായി അവർ പറയുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ കാനൻ രാജേന്ദ്രനിൽ നിന്ന് ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിലേക്ക് CPI എത്തുമ്പോൾ അദ്ദേഹം മയപ്പെട്ടായിരിക്കുമോ, അല്ലെങ്കിൽ കാനൻ രാജേന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചേർന്ന് പോയതുപോലെ ചേർന്ന് പോകുമോ എന്ന ഒരു ചർച്ചകളും അങ്ങനെയുള്ള ചിന്തകളും ഒക്കെയും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായി തന്നെ CPM-നോട് പറയേണ്ടത് പറഞ്ഞു പോവുകയാണ് ബിനോയ് വിശ്വം. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഇങ്ങനെ ഒഞ്ചിയത്തും അതോടൊപ്പം തന്നെ ഒരുപാട് സ്ഥലങ്ങൾ, തില്ലങ്കേരി അടക്കമുള്ള സ്ഥലങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അവിടെ നിരവധി പേർ ചോര കൊടുത്തുണ്ടാക്കിയ ചെങ്കൊടിയാണ്, അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്ക്. ഇങ്ങനെയുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് തണലായി ആ കൊടിയെ മാറ്റരുത്. അവരെ വളർത്താൻ വേണ്ടി ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് തകർക്കാൻ വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വിരുദ്ധമാണ് അവരുടെ പ്രവൃത്തി. അതോടൊപ്പം തന്നെ ആ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി അവർ നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. ജനങ്ങളെ അങ്ങനെ അകറ്റുന്നുണ്ടെങ്കിൽ ഇവർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല, അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം എന്ന കാര്യം. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ മാത്രം കേന്ദ്രീകരിച്ച് അല്ല ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്തേണ്ടത്. പല കാരണങ്ങളിൽ ഒന്ന് എന്ന നിലയ്ക്കാണ് ബിനോയ് വിശ്വം അത് പറഞ്ഞു വയ്ക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയുടെ ശൈലി ശരിയാണ് എന്ന് അദ്ദേഹം പറയുന്നില്ല, മറിച്ച് പല കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ശൈലി ശരിയല്ല എന്ന് ബിനോയ് വിശ്വം കൂടി പറയുകയാണ്. അദ്ദേഹം അത് പഠിക്കുമെന്നും അനുഭവ സമ്പത്തുള്ള നേതാവാണെന്നും തിരുത്തേണ്ട കാര്യമുണ്ടെങ്കിൽ അത് തിരുത്തുമെന്നും ബിനോയ് വിശ്വം പറയുന്നു. അച്യുതമേനോനാണ് ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായി അദ്ദേഹം പറയുന്നത്. EMSന്റേതായ മഹത്വമുണ്ട്, പക്ഷേ അച്യുതമേനോനാണ് ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് പറയുന്നു. UDF-ലേക്കുള്ള ക്ഷണം അത് അദ്ദേഹം പരിഹസിച്ച് കളയുകയാണ്. MM ഹസൻ ക്ഷണിച്ചുവെങ്കിലും മുന്നണി മാറ്റത്തിന്റെ ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ല എന്നും ബിനോയ് വിശ്വം പറയുന്നു. ശരി വിനോദ്. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി അച്യുതമേനോനാണെന്ന് ബിനോയ് വിശ്വം. EMS കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയെങ്കിലും മികച്ച മുഖ്യമന്ത്രി അച്യുതമേനോൻ തന്നെ. പിണറായി വിജയൻ എടുത്തു പറയപ്പെടേണ്ട മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. UDF-ൽ പോകണമെന്ന അഭിപ്രായം പാർട്ടി അംഗങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. CPI LDF-ൽ നിന്ന് നിലവിൽ വിടേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്ത്യ മുന്നണി ഒരു യാഥാർത്ഥ്യമാണെന്നും ഭാവി നടപടികൾ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ശൈലിയെ ചുറ്റിപ്പറ്റി മാത്രമല്ല ചർച്ച നടക്കേണ്ടത്, മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ പോരായ്മയായിരുന്നു. ഒരു ദേശീയ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് CPI സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയത്. TP കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവിന് നീക്കം നടത്തിയത് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിക്ക് പിന്നാലെ KK രമയുടെ മൊഴിയെടുത്ത ASIക്കും സ്ഥലം മാറ്റം. കൊളവള്ളൂർ സ്റ്റേഷനിലെ ASI ശ്രീജിത്തിനെയാണ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത്. ട്രൗസർ മനോജിന് ഇളവ് നൽകാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുത്തത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, വയനാട്ടിലേക്കാണ് സ്ഥലം മാറ്റിയത്, മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, രണ്ട് തരത്തിലുള്ള നടപടികളാണ് TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ ഒരു ഉദ്യോഗസ്ഥനെ, സിവിൽ പോലീസ് ഓഫീസറായ ശ്രീജിത്തിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നതാണ്. ഒപ്പം പാനൂർ ചുക്ലി പോലീസ് സ്റ്റേഷനുകളെ 2 ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് SP ചോദ്യം ചെയ്തിരിക്കുന്നു. സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രവീൺ, ഷാജു എന്നിവരെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇവരിൽ നിന്നാണ് ഈ ശിക്ഷാളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട പട്ടിക പുറത്തേക്ക് വന്നത് എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. നേരത്തെ KK രമയുടെ മൊഴിയെടുത്തു എന്ന പേരിലാണ് കൊളവല്ലൂർ ASI ശ്രീജിത്തിനെ സ്ഥലം മാറ്റിയത്. സർക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അത് ഇത്തരമൊരു നിർദ്ദേശം ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ മന്ത്രിസഭ
നഗരസഭയോ നൽകിയിട്ടില്ല. ഈ ജയിലുദ്യോഗസ്ഥരുടെ തീരുമാനപ്രകാരമാണ് ഇത്തരമൊരു കാര്യം നടന്നതെന്ന് പറയുകയും ജയിലുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് കെ രമ വീണ്ടും വെളിപ്പെടുത്തിയത്. തൻ്റെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് എന്ന് അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഈ കൊളവല്ലൂർ സ്റ്റേഷനിലെ ASIയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത് വലിയ പ്രതിരോധത്തിലാവുകയായിരുന്നു CPM സർക്കാരും അക്ഷരാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ മോചിപ്പിക്കാനുള്ള പ്രതികളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അത് സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടി അല്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല എന്നാണ് CPM സർക്കാരും പറഞ്ഞത്. ഇതിനുശേഷവും ഇത്തരത്തിൽ മോചിപ്പിക്കൽ നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു എന്നൊരു പ്രതീതി നിലവിൽ വരാൻ രമയുടെ ചോദ്യം ചെയ്യൽ കാരണമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിൻ്റെ നയം മറികടന്ന് നിലപാടെടുത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി എന്ന രീതിയിലാണ് ASIയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ വിഷയം പുറത്തേക്ക് പോവുകയും അത് വലിയ ചർച്ചയായി മാറുകയും പാർട്ടിക്കും സർക്കാരിനും വലിയ പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പട്ടിക ചോർന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉയരുന്നത്. ആ ഘട്ടത്തിലൊക്കെ പ്രതിരോധിച്ചത് ഇത് സർക്കാർ നിലപാട് അല്ല എന്ന് പറഞ്ഞാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജയിലുദ്യോഗസ്ഥരെയും പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തും അവർക്കെതിരെ അന്വേഷണം നടത്തിയും ഈ വിഷയത്തിൽ ഒരു പരിചയമൊരുക്കാൻ CPM തയ്യാറെടുക്കുന്നത്. അശ്വതി. ശരി, MS അനീഷ് കുമാറാണ് വിശദവിവരങ്ങൾ നൽകിയത്. പീഡന കേസ് പ്രതിയെ CPMൽ തിരിച്ചെടുത്ത സംഭവത്തിൽ ലോക്കൽ കമ്മിറ്റിയിൽ തർക്കം. പത്തനംതിട്ട തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലാണ് സംഭവം. CC സജിമോനെ തിരിച്ചെടുത്ത പാർട്ടി തീരുമാനം റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ച LC യോഗത്തിൽ സജിമോനും പങ്കെടുക്കാനെത്തി. സജിമോനെ യോഗത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തീരുമാനം റിപ്പോർട്ട് ചെയ്യണമെന്നൊരു വിഭാഗം നിലപാടെടുക്കുകയായിരുന്നു. തർക്കത്തിനൊടുവിൽ സജിമോനെ യോഗത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഉണ്ടായത്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. അതിനു മുൻപ് ഫ്രാൻസിസ് ആന്റണിയുടെ പ്രതികരണത്തിലേക്ക്. സംഘടനാപരമായി ഉപരികമ്മിറ്റി എടുത്ത ഒരു തീരുമാനം നടപ്പിലാക്കുക മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പരാതിയുള്ള സഖാക്കൾക്ക് ഉപരികമ്മിറ്റിയെ സമീപിക്കാനും ഉപരികമ്മിറ്റിക്ക് ആവശ്യമായ തീരുമാനം എടുക്കാനും അവകാശമുണ്ട്. ആ തീരുമാനം വന്നാൽ ആ തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കും. ഇപ്പം നിലവിലുള്ള തീരുമാനം നടപ്പിലാക്കി ആ തീരുമാനം നടപ്പിലായി വരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ആ സഖാവ് നിലവിൽ ലോക്കൽ കമ്മിറ്റിയിൽ ബ്രാഞ്ച് സെക്രട്ടറിയായി ഇരിക്കുമ്പോഴാണ് ഈ നടപടി ഉണ്ടായത്. അപ്പം റദ്ദ് ചെയ്ത് കഴിഞ്ഞ് ആ നടപടി റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ തിരിച്ചും ഒരു ഘടകം നിശ്ചയിച്ചു കൊടുക്കാനുള്ള അവകാശമുണ്ട്. അവകാശം പഴയ മേഖലയിൽ തന്നെ പ്രവർത്തിക്കണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പൗരസമിതി ഉണ്ടാകില്ല. ഒരുപക്ഷെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരുമ്പോൾ പ്രാദേശിക തലത്തിലെ വിഷയങ്ങൾ ഉൾപ്പെടെ എതിർ രാഷ്ട്രീയ പ്രത്യേകിച്ച് UDFും BJPയും എടുക്കുന്നത് ചെറിയ വിഷയങ്ങളിൽ അവരാണ്. ഇവിടെ പൗരസമിതിയും അങ്ങനൊന്നുമില്ല. പാർട്ടി ഓഫീസിൻ്റെ അടുത്ത് തന്നെ കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അത് ആരെ ഒട്ടിച്ചു, ഞങ്ങളത് മൈൻഡ് ചെയ്യുകയും ചെയ്തു. ഞങ്ങളത് ഗവനിക്കുന്നേ ഇല്ല, അത്തരം പ്രശ്നം ഗവനിക്കുന്നില്ല. തെരുവിൽ ഇങ്ങനെ കുറച്ച് പോസ്റ്ററുകൾ ഒട്ടിക്കപ്പെട്ടിരിക്കും. അത് വേണമെങ്കിൽ രാത്രിയിൽ ഇറങ്ങി ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു സ്വാഭാവികം ഞങ്ങളത് ചിന്തിക്കുന്നില്ല. അത് അന്വേഷിക്കാം, നിങ്ങളുടെ അത് അന്വേഷിക്കാവുന്നേ. പക്ഷേ ആരെങ്കിലും രാഷ്ട്രീയ എതിരാളികളാണെന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതാണ്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ശശി, എന്താണ് ഈ തർക്കത്തിനുള്ള കാരണം? ഇപ്പോൾ നിലവിൽ ഇതിൽ മേൽഘടകങ്ങൾ ഇടപെടാനുള്ള സാധ്യത എത്രത്തോളമാണ്? അശ്വതി, ഇന്നലെ വൈകിട്ടാണ് ലോക്കൽ കമ്മിറ്റി കൂടിയത്. ആ ലോക്കൽ കമ്മിറ്റിയിലാണ് സജിമോനെ തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായത്. ആ ചർച്ചയിലാണ് ഒരു വിഭാഗം തർക്കവും വിമർശനവും ഉന്നയിച്ചത്. കാരണം പീഡന കേസിലെ പ്രതിയായ സജിമോനെ തിരിച്ചെടുത്ത നടപടി ശരിയല്ല എന്നുള്ളൊരു വാദം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അതേസമയം ഈ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ സജിമോനും ഉണ്ടായിരുന്നു. സജിമോനെ ഇരുത്തിക്കൊണ്ട് ഈ വിഷയം, ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനെതിരെ വിമർശനം ഉന്നയിച്ചു. സജിമോനെ ഈ കമ്മിറ്റിയിൽ നിന്നും ഇറക്കി വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു തർക്കം ഇതിനകത്തുണ്ടായിരുന്നു. എന്തായാലും സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സജിമോനെ പാർട്ടിയുടെ പുറത്താക്കിയത്. അതിനുശേഷം സംസ്ഥാന കൺട്രോൾ കമ്മീഷനാണ് സജിമോനെ തിരിച്ചെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നത്. എന്തായാലും സജിമോനെ ഈ തർക്കത്തിന്റെ വിമർശനത്തിൽ നിന്നും കമ്മിറ്റിയിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു. അതേസമയം സജിമോനെ തിരിച്ചെടുത്തിട്ടുള്ളത് നേരത്തെ ഉള്ള ഉപരി കമ്മിറ്റി നിർദ്ദേശപ്രകാരം സസ്പെൻഡ് ചെയ്ത കഴിഞ്ഞു. അത് പരിശോധിച്ചതിന് ശേഷമാണ് സജിമോനെ തിരിച്ചെടുത്തെന്നാണ് ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് ബി ആന്റണി വ്യക്തമാക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ ഇത് സംബന്ധിച്ച് പരാമർശം മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായാൽ അത് മേൽക്കടവുമായി ആലോചിച്ച് മേൽക്കടവ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് ചെയ്യും. നിലവിൽ അദ്ദേഹം കുറ്റവിമുക്തനാണ്. അതുകൊണ്ട് പാർട്ടിയുടെ തിരിച്ചെടുത്തുള്ള ഒരു വാദമാണ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് ബി ആന്റണി വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്നലെ വൈകിട്ടാണ് തിരുവല്ല ടൗൺ ഏരിയ കമ്മിറ്റി ഇത് സംബന്ധിച്ചൊരു തർക്കവും വിമർശനവും ഒക്കെ ഉണ്ടായത്.
ശ്രുതി. ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിക്കെതിരെ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും വിമർശനം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശൈലി തിരുത്തണമെന്ന ചർച്ചയിൽ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ധനകാര്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനമുയർന്നു. തുടക്കത്തിൽ പിന്തുണ നൽകിയ വെള്ളാപ്പള്ളി പിന്നീട് നിലപാട് മാറ്റേണ്ടി വന്നതിന് പിന്നിൽ ED ഉപയോഗിച്ചുള്ള സമ്മർദ്ദമാണെന്ന് തന്നോട് തുറന്നു പറഞ്ഞതായി AM ആരിഫ് പറഞ്ഞു. വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ആരിഫും കമ്മിറ്റിയിൽ സ്വീകരിച്ചത്. ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെ ശൈലിയും മന്ത്രിമാരുടെ പിടിപ്പുകേടുമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണമെന്ന വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ തിരുത്തലുണ്ടായേ മതിയാകൂ. വിവിധ വകുപ്പുകൾക്കെതിരെ വിമർശനമുയർന്നെങ്കിലും രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നത് ധനകാര്യ വകുപ്പിനാണ്. ക്ഷേമ പെൻഷനടക്കം നൽകാൻ കഴിയാതെ വന്നത് വകുപ്പ് മന്ത്രിയുടെ കഴിവുകേടാണെന്ന ആക്ഷേപം ചർച്ചയിൽ ഉയർന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനവും പിന്തുണയും കമ്മിറ്റിയിലുണ്ടായി. LDF സ്ഥാനാർത്ഥി കൂടിയായിരുന്ന AM ആരിഫ് വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കമ്മിറ്റിയിൽ സ്വീകരിച്ചത്. വെള്ളാപ്പള്ളി മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടുള്ള ആളാണ്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കണ്ടപ്പോഴും പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിച്ചതിനൊപ്പം ശോഭാ സുരേന്ദ്രനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. രണ്ടാം തവണ കണ്ടപ്പോൾ ED ഉപയോഗിച്ചുള്ള കേന്ദ്ര സമ്മർദ്ദം തനിക്കുമേലുണ്ടെന്ന് വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞതായി ആരിഫ് പറഞ്ഞു. കായംകുളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടെന്നും വിമർശനം വന്നു. G. സുധാകരനെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായെന്ന മാധ്യമത്തിൽ വന്ന തെറ്റായ വാർത്തയ്ക്ക് പിന്നിൽ ബോധപൂർവമായ ഇടപെടൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നടന്നിട്ടുണ്ടെന്ന് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സജി ചെറിയാൻ പറഞ്ഞു. കുട്ടനാട്ടിലെ സംഘടനാ പ്രശ്നം പരിഹരിക്കുന്നതിൽ ജില്ലാ സെക്രട്ടറിയുടെ ഇടപെടൽ ഫലം കണ്ടില്ലെന്ന കുറ്റപ്പെടുത്തലും കമ്മിറ്റിയിലുണ്ടായി. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിനും എഴുതാനും വായിക്കാനും അറിയില്ലെന്നും മന്ത്രി സജി ചെറിയാൻ. പണ്ടൊക്കെ 10ാം ക്ലാസ് ജയിക്കാൻ വലിയ പാടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ജയിക്കുകയാണ്. ആരെങ്കിലും തോറ്റാൽ സർക്കാർ പരാജയമായി ചിത്രീകരിക്കുകയാണ്. എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യമെന്നും മന്ത്രി പറഞ്ഞു. ഈ 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിൽ വായിക്കാൻ എഴുതാൻ അറിയില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയ നിയമനം നമ്മൾ എടുക്കാൻ പോവാണ്. ഒരാളും നോക്കാൻ പാടില്ല എന്നാണ് നിയമം. ആരെങ്കിലും തോറ്റുപോയാൽ ഗവൺമെന്റ് പരാജയമാണെന്നാണ് നമ്മുടെ ആളുടെ വിശ്വാസം. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ ചേരുകയാണ്. ഭാരവാഹി തെരഞ്ഞെടുപ്പും നടക്കും. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, എപ്പോഴേക്ക് ഭാരവാഹികളെ അറിയാൻ കഴിയും? ആരൊക്കെയാണ്? എല്ലാവരും യോഗത്തിന് എത്തിയിട്ടുണ്ടോ? വിവരങ്ങൾ. അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. ഇതിൽ നേതൃസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇതിൻ്റെ ഈ ജനറൽ ബോഡി യോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അമ്മ പ്രസിഡന്റായി മോഹൻലാലിനെയും അതോടൊപ്പം തന്നെ ട്രഷററായി ഉണ്ണി മുകുന്ദനെയും നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു. മറ്റ് സ്ഥാനങ്ങളിലേക്ക് മത്സരം നടക്കുന്നുണ്ട്. പ്രധാനമായും എടുത്ത് പറയേണ്ടത് ജനറൽ സെക്രട്ടറി ആയിരുന്ന, കഴിഞ്ഞ 25 വർഷത്തോളമായി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നു എന്നതാണ്. ഇടവേള ബാബു ഇനി മത്സര രംഗത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയാഘോഷം. 2020 ലോകകപ്പ് ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദന പ്രവാഹമാണ്. രാവേറെ നീണ്ട് രാജ്യത്തുടനീളം നടന്ന വിജയാഘോഷങ്ങൾ. ദക്ഷിണാഫ്രിക്കയെ കീഴടക്കി ലോക കിരീടം നേടിയ രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും അതിഗംഭീര വരവേൽപ്പാണ് കാത്തിരിക്കുന്നത്. കയ്യെത്തും ദൂരത്ത് വഴുതി വീണപ്പോഴെല്ലാം കണ്ണീറിറ്റിയിട്ടുണ്ട്. ഇന്നലെ കയ്പ് മാറി. ബാർബഡോസ് രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ നുരഞ്ഞുപൊന്തിയ വീഞ്ഞിനെല്ലാം നീലനിറമായിരുന്നു. കഴിഞ്ഞ നവംബറിൽ അഹമ്മദാബാദിൽ വിങ്ങിപ്പൊട്ടിയവർ ഇന്നലെ കലിപ്സോയ്ക്കൊപ്പം ആടി. ലോകവേദിയിൽ ഇന്ത്യ അടയാളപ്പെടുത്തുന്നത് ഇത് 4ാം തവണ. അവസാന പന്തറിയും മുമ്പേ തന്നെ ചെങ്കോലെടുത്തിരുന്നു നായകൻ രോഹിത്. കിങ് എന്ന് വെറുതെ വിളിക്കുന്നതല്ലെന്ന് നിർണായക ദിനത്തിൽ ബോധ്യപ്പെടുത്തി കോഹ്ലി. ഇതിഹാസ ബൌളർ എന്ന് തറപ്പിച്ചു പറയാമെന്ന് ബുംറ. ഇന്ത്യ ലോക ക്രിക്കറ്റിന്റെ കടിഞ്ഞാൻ കയ്യിലാക്കിയിട്ട് നാളേറെയായെങ്കിലും അവസാന പടിയിൽ പിടിവിട്ടു പോകുമെന്ന പതിവിന് വിരാമമിട്ടു ഈ മിടുമിടുക്കർ. ഒരു രാജ്യം ഒന്നായി ആ നേട്ടത്തിൽ ആവേശം കൊണ്ടു. ആ അർമാദം നാളുകൾ നീളും.
ആഘോഷത്തിമിർപ്പിന്റെ ഞായറാണ്. ഇന്ത്യക്ക് മത്തുപിടിക്കുന്ന കറുപ്പായി ക്രിക്കറ്റ് ഇനിയും തുടരുമെന്ന് ചുരുക്കം. 1983 കപിൽ ദേവാണ് ആദ്യമായി ഒരു രാജ്യത്തെ ഒന്നാകെ ലഹരിയിലാക്കിയതെങ്കിൽ 2007 2011 ധോണിയുടെ മുടിയിഴകളിൽ ഉന്മാദം കൊണ്ടു നമ്മൾ. ഇന്നിതാ രോഹിത് ശർമ്മ വീണ്ടും ഒരു രാജ്യം ഒന്നടങ്കം ആവേശത്തിടം പേറ്റുന്നു. ക്രിക്കറ്റോളം പോന്നൊരു ലഹരിയില്ല ഇന്ത്യയെ മത്തുപിടിപ്പിക്കാൻ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. T20 ലോകകപ്പ് കിരീട നേട്ടത്തിൽ ടീം ഇന്ത്യയെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മത്സരം ചരിത്രമാണെന്നും ഇന്ത്യൻ ടീമിനെ ഓർത്ത് അഭിമാനിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. टीम इंडिया को इस भव्य विजय के लिए सभी देशवासियों की तरफ से बहुत बहुत बधाई। आज 140 करोड़ देशवासी आपके इस शानदार प्रदर्शन के लिए गर्व अनुभव कर रहे हैं। खेल के मैदान में आपने वर्ल्ड कप जीता, लेकिन हिंदुस्तान के हर गांव, गली, मोहल्ले में आपने कोटि कोटि देशवासियों का दिल जीत लिया। और ये टूर्नामेंट एक विशेष कारण से भी याद रखी जाएगी। इतने सारे देश, इतनी सारी टीमें और एक भी मैच हारना नहीं, ये छोटी उपलब्धि नहीं है। आपने क्रिकेट जगत के हर महारथी, उनके हर बॉल को खेला और आपने शानदार विजय प्राप्त करते रहे। एक के बाद एक विजय की इस परंपरा ने आपके हौसले को तो बुलंद कर दिया, लेकिन इस पूरी टूर्नामेंट को भी रसप्रद बना दिया, रोचक बना दिया। आपने शानदार विजय प्राप्त की है। मेरी तरफ से मैं आपको बहुत बहुत बधाई देता हूं, बहुत बहुत शुभकामनाएं देता हूं। ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് രാഹുൽ ഗാന്ധിയും കിരീട വിജയത്തിന് പിന്നാലെ പടിയിറങ്ങുന്ന ഇന്ത്യൻ കോച്ച് രാഹുൽ ദ്രാവിഡിനെയും അദ്ദേഹം പ്രശംസിച്ചു. T20യിൽ നിന്ന് വിരമിക്കുന്ന വിരാട് കോഹ്ലിയെയും രാഹുൽ ഗാന്ധി പ്രശംസിച്ചു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നായകത്വത്തെയും ഡേവിഡ് മില്ലറെ പുറത്താക്കിയ സൂര്യകുമാർ യാദവിന്റെ മിന്നും ക്യാച്ചിനെയും രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചു. 13 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ടീം ഇന്ത്യയുടെ നേട്ടത്തിൽ കേരള ക്രിക്കറ്റ് പ്രേമികൾക്കും അഭിമാന മുഹൂർത്തമാണ്. കാരണം ഇന്ത്യയ്ക്കൊപ്പം ലോകകപ്പ് വിജയിക്കുന്ന മൂന്നാമത്തെ മലയാളി താരമായി മാറാൻ സഞ്ജു സാംസണിലൂടെ സാധിച്ചു. ഇതിനു മുൻപ് സുനിൽ വത്സനും എസ് ശ്രീശാന്തും ലോകകപ്പ് വിജയത്തിൽ പങ്കാളികളായിരുന്നു. ലോകത്തെവിടെ ഒരു അഭിമാന മുഹൂർത്തമുണ്ടായാലും അവിടെ ഒരു മലയാളിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്ത്യ നേടിയ ഓരോ ലോകകപ്പ് കിരീട നേട്ടത്തിലും മലയാളി സാന്നിധ്യമുണ്ട്. ഇത്തവണ ഇന്ത്യക്കൊപ്പം ലോകകപ്പ് വിജയിക്കുന്ന മൂന്നാമത്തെ മലയാളി താരമായി മാറാനാണ് സഞ്ജുവിന് സാധിച്ചത്. ഈ ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യൻ ടീമിന്റെ കിരീട നേട്ടത്തിൽ പങ്കാളിയാവാൻ മലയാളി താരത്തിന് സാധിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. ഇതിനു മുമ്പ് ഇന്ത്യൻ ടീമിന്റെ ലോകകപ്പ് വിജയത്തിൽ പങ്കാളിയായ മലയാളി താരങ്ങൾ എസ് ശ്രീശാന്തും സുനിൽ വാത്സനുമാണ്. 1983 കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ആദ്യ ഏകദിന ലോകകപ്പ് നേടിയപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു സുനിൽ. എന്നാൽ സുനിലിന് ആ ലോകകപ്പിൽ ഒരു മത്സരത്തിൽ പോലും കളത്തിലിറങ്ങാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ടീമിന്റെ കിരീട നേട്ടത്തിൽ പങ്കാളിയാവാൻ സുനിലിന് സാധിച്ചു. 2007 T20 ലോകകപ്പും 2011 ഏകദിന ലോകകപ്പും വിജയിക്കുമ്പോൾ ശ്രീശാന്തായിരുന്നു ഇന്ത്യൻ ടീമിലെ രണ്ടാമത്തെ മലയാളി താരം. 2007 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ അവസാന നിമിഷങ്ങളിൽ മിസ്ബാ ഉൾ ഹക്കിന്റെ ക്യാച്ച് നേടിക്കൊണ്ട് ഇന്ത്യയെ വിജയത്തിലെത്തിക്കാനും ശ്രീശാന്തിന് സാധിച്ചിരുന്നു. 2011 ലോകകപ്പ് വിജയത്തിലും താരം പങ്കാളിയായി. ആ ലോകകപ്പിൽ ഫൈനലടക്കം 2 മത്സരങ്ങളിലാണ് ശ്രീശാന്ത് ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ചത്. ഇപ്പോഴിതാ നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ലോകകപ്പ് കൂടി ഇന്ത്യ ഉയർത്തിയപ്പോൾ സഞ്ജു സാംസണിലൂടെ വീണ്ടും കേരള ക്രിക്കറ്റ് പ്രേമികൾ അഭിമാനിക്കുകയാണ്. ഇതോടെ ഇന്ത്യ ലോക കിരീടം ഉയർത്തിയ ടീമിലെല്ലാം ഒരു മലയാളി സാന്നിധ്യമുണ്ടായിരുന്നു എന്ന ചരിത്രം ഇപ്പോഴും തകർക്കപ്പെടാതെ നിലനിൽക്കുകയാണ്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും 2020 കരിയർ അവസാനിപ്പിച്ചതോടെ ഇന്ത്യൻ ടീം ഒരു ഉടച്ചുവാർക്കലിന്റെ വക്കിലാണ്. പ്രതിഭകളുടെ നീണ്ട നിര അവസാനം
അവസരം കാത്തിരിപ്പുണ്ടെങ്കിലും പകരം വെക്കാനില്ലാത്ത പോരാളികളാണ് ഇരുവരും. അപ്രതീക്ഷിതമായിരുന്നു രോഹിത് ശർമ്മയുടെ വിരമിക്കൽ പ്രഖ്യാപനം. ലോകകപ്പ് നേട്ടത്തോടെ രാഹുൽ ദ്രാവിഡും ഇന്ത്യൻ കോച്ചിന്റെ കുപ്പായം അഴിച്ചുവെക്കുകയാണ്. രണ്ട് ഇതിഹാസ ബാറ്റർമാരുടെ വിടവ് നികത്താൻ ചെറുപ്രയാസമല്ല വേണ്ടിവരിക. ഒരുമയായി നിന്ന് നയിച്ച നായകരാണവർ. രോഹിത് ശർമ്മ അത്രമേൽ അർഹിച്ചിരുന്നു ഇതുപോലൊരു ലോക കിരീടം. പാകം വന്ന് പഴുത്തതാണ് രോഹിത്തിലെ ക്യാപ്റ്റൻസി. 159 മത്സരങ്ങൾക്കൊടുവിൽ 4231 റൺസിന്റെ സമ്പാദ്യവുമായാണ് കുട്ടി ക്രിക്കറ്റിൽ നിന്നുള്ള പടിയിറക്കം. 2 T20 കിരീടങ്ങൾ സ്വന്തമായുള്ള ഏക ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് കുറച്ചുകാലം നിലനിൽക്കും. 5 സെഞ്ചുറികൾ, 32 അർദ്ധ സെഞ്ചുറികൾ. ഇതിലും നല്ലൊരു സമയം വിരമിക്കാനില്ല എന്ന് രോഹിത്. I've enjoyed since the time I started playing this format, and nothing better time to say goodbye to this format. I've loved every moment of this. I started my India career playing this format, and this is what I wanted. I wanted to win the cup and say thank you. രോഹിത്തിന്റേത് അപ്രതീക്ഷിതമായിരുന്നുവെങ്കിൽ നിശ്ചയിച്ചുറപ്പിച്ചാണ് കോഹ്ലി അവസാന T20 മത്സരത്തിനിറങ്ങിയത്. ലോക ബാറ്റർമാരിലെ കേമൻ നിർണായക മത്സരത്തിൽ തന്റെ ക്ലാസ് പ്രകടമാക്കുകയും ചെയ്തു. 2010 തുടക്കമിട്ട വിരാട് കരിയറിൽ 125 മത്സരങ്ങളുണ്ടായി. 4188 റൺസിന്റെ സമ്പാദ്യം. അഴകായി ഒരു സെഞ്ചുറിയും 38 അർദ്ധ സെഞ്ചുറികളും. This was my last T20 World Cup, and this is exactly what we wanted to achieve. This is an amazing game. I was telling Rohit today when we went out to bat, I was like, one day you feel like you can't get a run, and then you come out and then things happen. God is great. ഇതിഹാസ പടിയിറക്കങ്ങൾക്കിടയിൽ പരിശീലക കുപ്പായമൂരിയ രാഹുൽ ദ്രാവിഡിനും ബിഗ് സല്യൂട്ട്. യാഥാസ്ഥിതികനായ പരിശീലകനെന്ന് മുറവിളി കൂട്ടിയവർക്ക് മുന്നിലേക്ക് നിലപാട് കൊണ്ടൊരു ട്രോഫി നീട്ടിവെക്കുന്നു ദ്രാവിഡ്. അന്നും കൂൾ, ഇന്നും കൂൾ. 3 ലോക ഫൈനലുകളിലേക്ക് ഇന്ത്യൻ ടീമിനെ എത്തിച്ചതിന്റെ ചാരിതാർത്ഥ്യം വേറെയും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറും മഹേന്ദ്ര സിംഗ് ധോണിയും ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചു. രാഹുൽ ദ്രാവിഡ് നടത്തിയ പരിശ്രമങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു സച്ചിന്റെ അഭിനന്ദനം. 2007 വെസ്റ്റ് ഇൻഡീസിലേറ്റ തിരിച്ചടിയിൽ നിന്ന് ഒരു ക്രിക്കറ്റ് പവർ ഹൌസായി മാറാൻ ഇന്ത്യക്ക് സാഹചര്യമൊരുക്കിയത് ദ്രാവിഡാണെന്നും സച്ചിൻ കുറിച്ചു. ഹൃദയമിടിപ്പ് കൂട്ടിയെന്നും രാജ്യമൊന്നാകെ നന്ദി പറയുന്നുവെന്നും ധോണി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ശാന്തമായി നിന്ന് സ്വന്തം കഴിവിൽ വിശ്വസിച്ച് നാട്ടിലേക്ക് കിരീടം തിരികെ എത്തിച്ചതിൽ അഭിമാനമുണ്ടെന്നും ധോണി കുറിച്ചു. മറ്റു വാർത്തകളിലേക്ക്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ഖത്തർ സന്ദർശിക്കും. ഖത്തർ പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായാണ് വിദേശകാര്യമന്ത്രിയുടെ ഖത്തർ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫെബ്രുവരിയിൽ ഖത്തർ സന്ദർശിച്ചിരുന്നു. രാഷ്ട്രീയം, വ്യവസായം, വ്യാപാരം, സുരക്ഷ, ഊർജ്ജം തുടങ്ങിയ വിവിധ മേഖലകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ചർച്ച നടത്തും. കഴിഞ്ഞ ആഴ്ച വിദേശകാര്യമന്ത്രി UAE സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിവാര റേഡിയോ പരിപാടി മൻ കി ബാത്ത് പുനരാരംഭിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മൻ കി ബാത്തിൽ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു മോദി. അട്ടപ്പാടിയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശമുണ്ടായി. അട്ടപ്പാടിയിൽ ആദിവാസി സ്ത്രീകൾ നിർമ്മിക്കുന്ന കാർത്തുമ്പിക്കുടകൾ നാരീശക്തിയുടെ ഉദാഹരണമെന്ന് മോദി പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിന് തയ്യാറെടുക്കുന്ന അത്ലറ്റുകൾക്ക് മോദി വിജയാശംസകൾ നേർന്നു. കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് കേൾക്കാനെത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മൻ കി ബാത്ത് ഒരു രാഷ്ട്രീയ പരിപാടിയല്ലെന്നും റേഡിയോ ശ്രവണ രീതിക്ക് പുതിയ മാനങ്ങൾ നൽകിയ പരിപാടിയാണെന്നും നേരത്തെ സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടിരുന്നു. ഇടപ്പള്ളി മണിമല റോഡിലുള്ള സെന്ററിലാണ് അദ്ദേഹം മൻ കി ബാത്ത് കേൾക്കാൻ എത്തിയത്. തമിഴ്നാട്ടിലെ 12 ഇടങ്ങളിൽ NIA റെയ്ഡ്. ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബ് തഹ്രീറുമായി അനുഭാവമുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടന്നത്. ചെന്നൈ, തിരുച്ചിറപ്പള്ളി, കുംഭകോണം, പുതുക്കോട്ടെ, തഞ്ചാവൂർ തുടങ്ങിയ ജില്ലകളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് 6 പേരെ ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഉത്തരേന്ത്യയിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും കനത്ത മഴ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ പ്രളയ സാഹചര്യമാണുള്ളത്. സുഖി നദി കരകവിഞ്ഞു.
നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. മണിപ്പൂരിൽ വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടെ പാലം തകർന്നു വീണു. ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടുത്ത 3 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അഞ്ചു ദിവസം മുൻപ് വരെ കനത്ത ചൂടായിരുന്നു ഉത്തരേന്ത്യയിലെങ്കിൽ തോരാ മഴയാണിപ്പോൾ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലാണ് ഗുരുതര സാഹചര്യം. ഗംഗയുടെ കൈവഴിയായ സുഖി നദി കരകവിഞ്ഞൊഴുകി കാറുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. പൊതുവെ വറ്റിവരണ്ട് നിൽക്കുന്ന സുഖി നദിയുടെ കരയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പതിവാണ്. കനത്ത മഴയിൽ ജലനിരപ്പ് പൊടുന്നനെ ഉയർന്നത് സ്ഥിതി വഷളാക്കി. ഹിമാചൽ പ്രദേശിൽ പലയിടത്തും മണ്ണിടിഞ്ഞു. കാംഗ്ര, സോലൻ, കുളു ഉൾപ്പെടെയുള്ള ജില്ലകളിൽ 3 പ്രധാന പാതകളിൽ ഗതാഗതം നിരോധിച്ചു. മണിപ്പൂരിൽ ഇംഫാൽ നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു വീണു. തടി കയറ്റിയ ലോറി കടന്നു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഒഴുക്കിൽപ്പെട്ട 3 പേരെ പ്രദേശവാസികൾ രക്ഷപ്പെടുത്തി. ടീസ്ത നദി കരകവിഞ്ഞതോടെ സിക്കിമിലൂടെയും പശ്ചിമ ബംഗാളിലൂടെയും കടന്നുപോകുന്ന ദേശീയപാത 10 പലയിടത്തും തകർന്നു. ചിലയിടങ്ങളിൽ റോഡ് ഒലിച്ചുപോയ നിലയിലാണ്. ഉത്തർപ്രദേശ്, ഹരിയാന, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലും മഴ തുടരുകയാണ്. ജൂലൈ 3 വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ ശക്തമായ മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ട്രോളിംഗ് നിരോധനം മറികടന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കടലിൽ കുടുങ്ങി. തൃശൂർ കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്നും 50 മത്സ്യത്തൊഴിലാളികളുമായി പോയ ബോട്ടാണ് കുടുങ്ങിയത്. കനത്ത കാറ്റിലും മഴയിലും പെട്ട ബോട്ടിന്റെ എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. വിവരം ലഭിച്ചതിന് പിന്നാലെ അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരാണ് തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത്. തൃശൂരിൽ ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിൽ പോയ 4 ബോട്ടുകളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ കടലിൽ കുടുങ്ങിയത്. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ദിൽഷ ഷെറിനാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. വൈദ്യരങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദിൽഷ ഷെറിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അതേസമയം പരപ്പനങ്ങാടി വള്ളിക്കുന്ന് മേഖലയിൽ മഞ്ഞപ്പിത്തം പടരുകയാണ്. കുറച്ചു ദിവസം മുമ്പ് ഒരു ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 18 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു. അത് പടർന്ന് 400-ലധികം പേർക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടു. പരിസര പ്രദേശങ്ങളായ ചേലമ്പ്രയിലേക്കും മഞ്ഞപ്പിത്തം പടർന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിലാണ്. മഴക്കാലം തുടങ്ങിയതോടെ മരങ്ങൾ കടപുഴകി വീണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാവുകയാണ്. എന്നിട്ടും അധികാരികൾ പാഠം പഠിക്കുന്നില്ല. തൃശൂർ KFRI ക്യാമ്പസ് റോഡിന് സമീപം അപകട ഭീഷണി ഉയർത്തുന്ന 18 മരങ്ങളുണ്ട്. ഇവ കണ്ടെത്തി പട്ടികയുണ്ടാക്കിയിട്ട് മാസം 1 കഴിഞ്ഞിട്ടും മുറിച്ചു മാറ്റാൻ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. മഴക്കാലം തുടങ്ങിയാൽ പീച്ചി മുത്തുണ്ണി റോഡിലൂടെയുള്ള യാത്ര ആശങ്ക നിറഞ്ഞതാണ്. എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന വൻമരങ്ങൾ. ഇക്കൊല്ലവും അപകടം പതിവ് തെറ്റിച്ചില്ല. ഈ മാസം 7-ന് 5 മരങ്ങളാണ് റോഡിന് കുറുകെ വീണത്. വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. കഷ്ടിച്ചുള്ള ഈ രക്ഷപ്പെടൽ എത്ര നാൾ? ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. പീച്ചിയിലേക്ക് പോണ മെയിൻ റോഡാണിത്. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണെങ്കിൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും കാണാനും ഒരപ്പംകെട്ട് വെള്ളച്ചാട്ടം കാണാൻ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അന്നേരം അവർക്കൊക്കെ ഭീഷണിയാണ് ഈ മരങ്ങൾ ഈ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. ഇവിടെ ഈ കഴിഞ്ഞ വർഷം ബസ് ഇങ്ങനെ പോകുമ്പോൾ ഒരപ്പംപാറ ബസ് സ്റ്റോപ്പിന്റെ അവിടെ മരം പറഞ്ഞ് ബസ്സിന്റെ മേളിലേക്ക് വീണാണ്. ഡ്രൈവറുടെ ശ്രദ്ധ കൊണ്ടാണ് അന്ന് മരം വീഴാണ്ടിരുന്നത്. നമുക്ക് ഈ റോഡ് സൈഡിലുള്ള മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ അത് അപകട ഭീഷണിയാണ്. എപ്പോഴും അപകടത്തിലാണ് കാര്യങ്ങൾ. ഇന്നും മഴ പെയ്താൽ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം മരങ്ങൾ മറിഞ്ഞു വീഴും. വഴി ബ്ലോക്ക് ആവണം. വണ്ടികൾക്ക് പോകാനോ ഒക്കെ പേടിച്ചിട്ടാണ് ഇപ്പോൾ പോകണം എല്ലാവരും. നിരന്തരം അപകടങ്ങൾ. ആരും മരണപ്പെട്ടില്ല എന്ന് മാത്രം,
എന്നും വഴി ബ്ലോക്കാവും കാര്യങ്ങളാണ് ഇവിടെ പ്രശ്നങ്ങളാണ്. പ്രതിഷേധം ശക്തമായതോടെ റവന്യൂ മന്ത്രി കെ രാജനും ജില്ലാ കലക്ടർ VR കൃഷ്ണതേജയും ഉൾപ്പെടുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. ഭീഷണി ഉയർത്തുന്ന മരങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ KFRI അധികൃതരോട് ആവശ്യപ്പെട്ടു. അവരത് ചെയ്തു. പക്ഷേ ആഴ്ചകൾ പിന്നിട്ടിട്ടും മരങ്ങൾ വെട്ടിമാറ്റിയില്ല. പീച്ചി ഡാം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ കൊമ്പുകൾ മുറിക്കാനുള്ള നിർദ്ദേശവും വാക്കുകളിൽ ഒതുങ്ങി. 5 ദിവസം മുൻപ് KFRI വളപ്പിലെ മുളങ്കൂട്ടം കടപുഴകി വൈദ്യുതി കമ്പികൾക്ക് മേലെ പതിച്ചു. മഴ കനക്കുമെന്നിരിക്കെ ഇതിലൂടെയുള്ള യാത്ര കൂടുതൽ സാഹസമാവുകയാണ്. ന്യൂസ് 18 തൃശൂർ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ കോങ്ങാട് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കൃഷിമന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. പാലക്കാട് മണ്ണാർക്കാട് ആസ്ഥാനമായി 4 വർഷമായി പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പുതിയ ബ്രാഞ്ചാണ് കോങ്ങാട് നമ്പിയത്ത് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിയുടെ 13ാമത്തെ ബ്രാഞ്ചാണ് കോങ്ങാട് ആരംഭിച്ചത്. തിമില വിദ്വാൻ കോങ്ങാട് മധു, മണ്ണൂർ രാജകുമാരൻ ഉണ്ണി, പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ തുടങ്ങിയവരെയും കോങ്ങാട്ടെ മികച്ച കർഷകരെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും 14ാമത്തെ ഷോറൂം അടുത്ത മാസം തുറക്കുമെന്നും UGS MD അജിത് പാലാട്ട് പറഞ്ഞു. കാർഷിക മേഖലയിൽ ഇടപെട്ടുകൊണ്ട് കർഷകരെ സഹായിക്കുന്ന അല്ലെങ്കിൽ കർഷകർക്ക് സഹായകരമാവുന്ന ഒട്ടനേകം നല്ല പദ്ധതികൾ ആവിഷ്കരിക്കാൻ UGS തയ്യാറായി കഴിഞ്ഞു. ഓൾറെഡി നമുക്ക് അഗ്രികൾച്ചർ ഗോൾഡ് ലോൺ, അതുപോലെ കിസാൻ സ്വർണ്ണപ്പണയ വായ്പ, അതുപോലെ കാരുണ്യ സ്വർണ്ണപ്പണയ വായ്പ തുടങ്ങിയ ഒരുപാട് നല്ല സ്കീമുകൾ സാധാരണക്കാരായ ആളുകളെ അല്ലെങ്കിൽ കർഷകരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ UGS നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രശാന്ത് A, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ, കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു MP, UGS ഡയറക്ടർ അഭിലാഷ് പാലാട്ട്, ബ്രാഞ്ച് മാനേജർ NP അഫ്സൽ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5510 രൂപ, പവന് 44,080 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ, കിലോഗ്രാമിന് 93,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. നിശ്ചിത കാല